ഈ ജീപ്പ് കിടക്കുന്ന സ്ഥലം. അപ്പോൾ ഈ റോഡൊന്ന് കാണണം കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, ഒരു ലൈറ്റുണ്ട്, ഒരു ബോർഡുണ്ട്. അപ്പോൾ അങ്ങനെ ആ ബോർഡിൻ്റെ സ്ഥലത്ത് വെച്ച്, ആ ബോർഡ് കാണുന്ന സ്ഥലത്ത് വെച്ച് നമ്മുടെ ഒരു വാഹനം ആക്സിഡൻ്റ് ആയി. അപ്പോൾ ഇത് കണ്ടോ, ഈ കാറ് കണ്ടോ. അപ്പോൾ ശരിക്കും പൂർണ്ണമായിട്ടും നശിച്ച രീതിയിലാണ് നമ്മുടെ ഈ വാഹനം എത്തിയിരിക്കുന്നത്. ഒരു 12 വർഷക്കാലമായിട്ട് നമ്മുടെ വീട്ടിലെ ഒരു അംഗമായിട്ടോ നമ്മുടെ ഒരു കൂട്ടുകാരനായിട്ടോ എല്ലാ യാത്രകളിലും, തുടർന്ന് നമ്മൾ ഇതിനു മുമ്പ് എടുത്തിരിക്കുന്ന വീഡിയോകളെല്ലാം തന്നെ, യാത്രാ വീഡിയോ എല്ലാം നമ്മൾ ഈ വാഹനത്തിൽ പോയാണ് എടുത്തിരിക്കുന്നത്. ഒരിക്കൽ പോലും നമ്മെ ചതിച്ചിട്ടില്ല ഈ വാഹനം. അപ്പോൾ ഇപ്പോഴും നമ്മെ ചതിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം ഇതിനുള്ളിൽ ഉണ്ടായിരുന്ന ആൾക്ക് കാര്യമായിട്ടുള്ള പരിക്കൊന്നും പറ്റാതെ, ഇത് പൂർണ്ണമായിട്ടും നശിച്ചെങ്കിലും ഇതിനുള്ളിലുള്ള ആൾക്ക് വലിയ രീതിയിലുള്ള പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. എന്തായാലും ഇവൻ നശിച്ചെങ്കിലും ഇതിനുള്ളിലുള്ള ആളെ രക്ഷിച്ചുകൊണ്ടാണ് പൂർണ്ണമായിട്ട് ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നത്. പണിയാൻ പറ്റുമോ എന്നറിയില്ല. പണിയാൻ പറ്റുമെങ്കിൽ നമുക്ക് പണിതെടുക്കണം എന്നോർത്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് പൂർണ്ണമായിട്ടും. അപ്പോൾ ഇത് ഈ വാഹനത്തിൽ ഈ അപകടം ഉണ്ടായത് ശരിക്കും ഈ വാഹനത്തിൻ്റെ കുഴപ്പമോ അല്ലെങ്കിൽ ഇത് ഓടിച്ച ആളുടെ കുഴപ്പമോ അല്ല. പൂർണ്ണമായും നിർത്തിക്കൊടുത്തൊരു വാഹനത്തിലേക്ക് മുകളിൽ നിന്നൊന്നും പറയാൻ പറ്റില്ല, മുകളിൽ കുറച്ചങ്ങോട്ട് മാറി കയറ്റമൊക്കെയാണ്. ഈ പിക്കപ്പ് വാൻ വന്ന് ഇടിച്ച് ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഇടിച്ച് മൊത്തത്തിൽ കളയുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു സൈഡും അതുപോലെ തന്നെ ഒരു ടയറും ഒക്കെ ഇതിന് പോയിട്ടുള്ളൂ. അപ്പോൾ ഇറങ്ങി വന്നപ്പോൾ ബ്രേക്ക് ഇല്ലായിരുന്നു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. എന്തായാലും ഇവിടെ അങ്ങനെ ഒരു ആക്സിഡൻറ്റ് നടക്കാൻ ഉള്ള ഒരു സാധ്യതയൊന്നും നമുക്ക് ഈ റോഡിൽ കാണാനായിട്ടുമില്ല. എന്തോ ഭാഗ്യം കൊണ്ട്, ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ കാറിലുണ്ടായിരുന്ന ആൾക്ക് കാര്യമായിട്ടുള്ള ഒരാപത്തൊന്നും വന്നില്ല എന്ന് പറയാം. അപ്പം നമുക്ക് അന്നേരം ഈ ആക്സിഡൻറ്റ് നടന്ന സമയത്ത് ചേട്ടൻ മാത്രമേ വണ്ടിയിലുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഈ വാഹനത്തിൽ നിന്ന് ഇറങ്ങാനും അതുപോലെ തന്നെ മറ്റൊരു വാഹനത്തിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് അയക്കാനും ഒക്കെ അന്ന് കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ് ഇവർ. നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ കാണാനായിട്ട് ഓടി വന്നു. അപ്പോൾ എങ്ങനെയുണ്ടെന്നെല്ലാം ചോദിച്ചു. അപ്പോൾ എന്തായാലും ഒരു കുഴപ്പമില്ലാതെ നടന്ന ഒരാൾ ഇപ്പോൾ ഈ അവസ്ഥയിലേക്കാണ് ഗൈസ്.